ഒരുപാട് പേരൻസിൻ്റെ ഒരു കംപ്ലയിൻ്റാണ്, കുട്ടികൾ ലേസിയാണ്, ഭയങ്കര മടിയരാണ്, അവർ ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. സത്യത്തിൽ അങ്ങനെ ഒരു വിഭാഗം കുട്ടികളില്ല, ഇതൊരു ടെമ്പററി ഫിനോമിനനാണ്. അതുകൊണ്ട് നമുക്കതിനെ എങ്ങനെ രൂപാന്തരപ്പെടുത്താം, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ സംസാരിക്കുന്നത്. ഈ ഇൻസൈറ്റ് മെഷിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. പലപ്പോഴും പേരൻസിൻ്റെ ഒരു പരാതിയാണ്, കുട്ടികൾ ഭയങ്കര ലേസിയാണ്, മടിയനാണ്, അവന് എപ്പോൾ കണ്ട നേരം അവൻ ഉറക്കമാണ്, വെറുതെ ഇരിക്കുകയാണ്. ഇങ്ങനെ ധാരാളം പേരൻസ് കംപ്ലയിൻ്റ് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് ഒരു ടീനേജിൽ കുട്ടികൾ ഒരു 9ാം ക്ലാസ് 10ാം ക്ലാസ് പ്രായത്തിലൊക്കെയാണ് ഇത്തരം പ്രവണതകളൊക്കെ കുട്ടികളിൽ കൂടുതലായിട്ടും കാണുന്നത്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പേരൻസ് കുട്ടികൾ മടിയരാണ്, ലേസിയാണ് എന്നൊക്കെ പറയുമ്പോൾ അത് പറഞ്ഞ് അതൊരു അവരിൽ അങ്ങ് ഉറപ്പിക്കാനായിട്ട് ശ്രമിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം കുട്ടികൾ ജനറലി ആരും തന്നെ ലേസി ആവാനായിട്ട് ലോകത്ത് ജനിക്കുന്നില്ല. പൊതുവേ മനുഷ്യൻ്റെ അവസ്ഥയെന്ന് പറയുന്നത് മനുഷ്യനെപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കാനും കൂടുതൽ നേടാനും വെല്ലുവിളികളെ ഏറ്റെടുക്കാനും പോസിറ്റീവായി ജീവിക്കാനും സന്തോഷിക്കാനും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ്. അവർ പുതുമകളൊക്കെ കണ്ടുപിടിക്കുന്നതും ക്രിയാത്മകമാകുന്നതും ഒക്കെ മനുഷ്യ സഹജമായ കാര്യമാണ്. പക്ഷേ എങ്കിലും ചില ആൾക്കാർ ലേസിയായി പോകുന്നെങ്കിൽ അതിൻ്റെ പുറകിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാരണം കാണും. അപ്പം ആദ്യം തന്നെ നമ്മൾ അവരെ ലേസി ആണ് എന്ന് പറഞ്ഞ് അവരെ മുദ്ര കുത്തുന്നത് വളരെ അപകടകരമായൊരു കാര്യമാണ്. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ആ ലേസിനെസ് അക്നോളജ് ചെയ്യപ്പെടുകയാണ്, അതൊരു സൗകര്യമായി മാറുകയാണ്. പിന്നെ ഞാൻ ലേസിയാണ് എന്ന് പറഞ്ഞ് പിന്നെ ഇരിക്കാനുള്ള ഒരവസരം അവർക്ക് കിട്ടുകയാണ്. ഒരിക്കലും അങ്ങനെ അവരെ കൈകാര്യം ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. മറിച്ച് അവരുമായിട്ട് കൂടുതൽ പോസിറ്റീവ് ഡിസ്കഷൻസ് ഉണ്ടാവണം. കുട്ടികൾ ലേസി ആകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം അവർക്ക് ആവശ്യത്തിന് റെക്കഗ്നീഷനോ അറ്റൻഷനോ ഒന്നും കിട്ടാത്തതാണ്. അവരുടെ ആത്മാഭിമാനവും ആത്മവിശ്വാസവും ഒക്കെ വളരെ ലോ ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണ്. അവർ ഹാപ്പി അല്ലാത്തത് കൊണ്ടാണ്. അവരിലെ വൈകാരികമായും മാനസികമായും ഒക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ കാണും. പ്രത്യേകിച്ച് അവരുടെ വൈകാരിക തലത്തിലൊന്നും നമ്മൾ ഇറങ്ങി ചെല്ലുകയോ അവരെ മനസ്സിലാക്കുകയോ അവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിയുകയോ ഒന്നും പലപ്പോഴും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ ഒരു കുട്ടി ലേസി ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ കുട്ടിയുമായിട്ട് അൺകണ്ടീഷണലായിട്ട്, പ്രത്യേകിച്ച് ഒരു കണ്ടീഷനും ഇല്ലാതെ ഇരുന്ന് പോസിറ്റീവായിട്ടുള്ള ഡിസ്കഷൻസാണ് ആവശ്യം. കുട്ടികളോട് അവരുടെ തലത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ മനസ്സിലാക്കാനും അവരുടെ മനോവ്യാപാരങ്ങളെ മനസ്സിലാക്കാനും എന്തുകൊണ്ടാണ് ലേസി ആയിട്ടിരിക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയാനും നല്ല ഒബ്സർവൻസും നല്ല ലിസണിങ്ങും ഒക്കെ ഈ സമയത്ത് ആവശ്യമാണ്. കുട്ടികളുമായിട്ട് അങ്ങനെ ഇടപെടുമ്പോൾ അവരുടെ പ്രശ്നം എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള സാഹചര്യങ്ങൾ വരും. പ്രത്യേകിച്ച് സ്കൂളിംഗ് തന്നെ എടുക്കുക. ഈ സ്കൂളിംഗ് ഭയങ്കര ടാസ്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്കൂളുകളാണെങ്കിൽ കുട്ടികൾ ലേസി ആവാൻ ചാൻസ് ഉണ്ട്. കാരണം അമിതമായ പ്രഷർ, അതുപോലെ ഓവർ എക്സ്പെക്റ്റേഷൻ, മാതാപിതാക്കളുടെ ഓവർ എക്സ്പെക്റ്റേഷൻ, അമിതമായ കോമ്പറ്റീഷൻ, ഇതൊക്കെ കുട്ടികൾ ചിലപ്പോൾ അങ്ങ് വിട്ടുകളയും. ഇനിയിപ്പോൾ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അതിൽ അവരങ്ങ് ചുരുങ്ങിക്കൂടാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ അവരുടെ ടാലൻറ്റിനും അവരുടെ എബിലിറ്റിക്കും വളരെ ലോ ആയിട്ടാണ് ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം നിൽക്കുന്നതെങ്കിൽ, പ്രത്യേകിച്ച് ഗിഫ്റ്റഡ് ചിൽഡ്രനൊക്കെ അവർക്ക് അവരുടെ ഒരു കഴിവിനനുസരിച്ചുള്ള ഒരു നിലവാരത്തിലല്ല സ്കൂളും മറ്റും അല്ലെങ്കിൽ അവൻ്റെ പരിസ്ഥിതി എങ്കിൽ തീർച്ചയായിട്ടും അവൻ ലേസി ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ രണ്ട് കേസും നല്ലതല്ല, ഓവർ എക്സ്പെക്റ്റേഷനും നല്ലതല്ല. അതുപോലെ കുട്ടികൾ ഹാപ്പി അല്ലാതിരിക്കുന്നത് ലേസി ആവാൻ ഒത്തിരി സാധ്യതയുണ്ട്. പലപ്പോഴും സംഭവിക്കുന്നത് പേരൻസിൻ്റേതായ ചില ആഗ്രഹങ്ങളൊക്കെ കാണും. അതനുസരിച്ചിട്ട് പേരൻസ് കുറേ ട്യൂഷനും കുറേ കോച്ചിങ്ങും ഒക്കെ ആയിട്ട് കുട്ടിയെ അങ്ങോട്ട് വിടും. ഒരു തുള്ളി നേരം പോലും ഇരിക്കാൻ പറ്റാത്ത പോലെ കുട്ടികളെ അങ്ങ് ബിസിയാക്കും. അവർ വിചാരിക്കുന്നത് അങ്ങനെ ബിസിയാക്കി കഴിഞ്ഞാൽ കുട്ടികൾ ഭയങ്കര മിടുക്കരായി മാറും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു സിസ്റ്റമാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഓവർ ബിസി ആകുമ്പോൾ ചിലപ്പോൾ പൂർണ്ണമായിട്ടും അവരങ്ങ് ലേസി ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഈ ഒരുപാട് കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യുന്ന കുട്ടികൾക്ക് ഒരു കാര്യത്തിലും ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാവാതെ വരികയും ഒരു കാര്യത്തിൽ ഒരു സെൻസ് ഓഫ് പർപ്പസ് തോന്നാതിരിക്കുകയൊക്കെ ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുപോലെ തീരെ ആക്ടിവിറ്റീസ് ഇല്ലാത്ത കുട്ടികൾ വൈകുന്നേരമൊക്കെ വന്ന് വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുന്നു, അവർക്ക് കളിക്കാൻ ആൾക്കാരില്ല, ഒരു ആക്ടിവിറ്റി ഇല്ല, അത്തരം കുട്ടികൾ ലേസി ആവാനും, ഈ ലേസിനെസ്സിൻ്റെ വേറൊരു പ്രശ്നം ഇന്ന് പണ്ട് ലേസി ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അത്തരം കുട്ടികൾ സൈബർ ഇടങ്ങളിലേക്ക് കയറുകയും അവിടെ ചേക്കേറുകയും ഒക്കെ ചെയ്ത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വരാനൊക്കെ സാധ്യതകളുണ്ട്. അപ്പോൾ പൊതുവെ ഇങ്ങനെ സെഡൻഡറി ആയിട്ട് കുട്ടികൾ ഇരിക്കും, ഒരു ഹോപ്പ്ലെസ്നെസ് അവർക്കുണ്ടാവുന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഗൗരവമായിട്ട് എടുക്കണം. അതുപോലെ തന്നെ ചില മാനസികമായ പ്രശ്നങ്ങളുടെയും വൈകാരിക പ്രശ്നങ്ങളുടെയും ഒക്കെ സൂചനയാണ് ഈ ലേസിനെസ് എന്ന് പറയുന്നത്. ചില കുഞ്ഞുങ്ങളിലൊക്കെ ഹാപ്പി ഹോർമോൺസേ ഉണ്ടാവുന്നില്ല. അപ്പോൾ നല്ല എക്സസൈസ് അവർക്ക് ആവശ്യമാണ്, കുറച്ച് ആക്ടിവിറ്റീസൊക്കെ വേണം, നല്ല ഫ്രണ്ട്ഷിപ്പ് ഇതിന് നല്ല ഒരു പരിഹാര മാർഗ്ഗമാണ്. ലേസിനെസ് മാറ്റാനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ്. നല്ല ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ടാകും, ആക്റ്റീവ് ലൈഫ്
ഉണ്ടാവുക. അപ്പോൾ ബാലൻസ്ഡ് ആയിരിക്കണം അവരുടെ ലൈഫ്. അവർ പിന്നെ അക്കാഡമിക്കായിട്ട് കുറേ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ അതുപോലെ തന്നെ അവർക്ക് മറു സൈഡിൽ അവർക്ക് ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ, ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ റിലേഷൻഷിപ്പ്, ഫ്രണ്ട്ഷിപ്പ്, ഇങ്ങനെയുള്ള എല്ലാം ബാലൻസ് ചെയ്ത് പോകണം. നല്ല ഡയറ്റും വളരെ പ്രധാനമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഉറക്കം വളരെ ആവശ്യമാണ്. നല്ല ഉറക്കം കുട്ടികൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർ ഉണർന്നു കഴിയുമ്പോൾ വളരെ ആക്റ്റീവായിരിക്കും. നേരെ മറിച്ച് ഉറക്കം വളരെ കുഴപ്പമുള്ള കുട്ടികളാണെങ്കിൽ അവർ ആക്റ്റീവായിട്ടിരിക്കുന്ന സമയത്തും വളരെ ലേസി ആയിട്ടോ അല്ലെങ്കിൽ ഉറക്കവും വളരെ ആവശ്യമാണ്. കാരണം നല്ല ഉറക്കം അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതനുസരിച്ച് അവർ ഉണർന്നിരിക്കുന്ന സമയത്ത് വളരെ ആക്റ്റീവാകും. നേരെ മറിച്ച് നല്ല ഉറക്കം കിട്ടാത്ത കുട്ടികൾ ഉണർന്നിരിക്കുന്ന സമയത്ത് വളരെ ഗ്ലൂമി ആയിരിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇത്തരത്തിലെല്ലാം നമ്മൾ കുട്ടികളെ ശ്രദ്ധിക്കുകയും അവർക്ക് വേണ്ട ഒരു സപ്പോർട്ടൊക്കെ കൊടുക്കുകയും, ഇനി നമ്മളെക്കൊണ്ട് അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, പിന്നെ ചില കുട്ടികളൊക്കെ ലേസി ആയിട്ടിരിക്കുന്നത് പുറത്തുള്ള എന്തെങ്കിലും ത്രെറ്റോ ഫിയറോ ഫോബിയയോ പേടിയോ ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം. ലോകമായിട്ട് ഇടപെടാൻ, മനുഷ്യരുമായിട്ട് ഇടപെടാനൊക്കെയുള്ള എന്തെങ്കിലും കഴിവുകളുടെ കുറവാണോ, ലൈഫ് സ്കിൽസിൻ്റെ പ്രോബ്ലമാണോ, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇനി നമ്മളെക്കൊണ്ടത് പരിഹരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും എക്സ്പേർട്ടുകളുടെയൊക്കെ സഹായം എടുക്കാം. എന്തായാലും ലേസി എന്ന് പറഞ്ഞ ഒരു വിഭാഗം കുട്ടികളില്ല. അതൊരു ടെമ്പററി ഫിനോമിനനാണ്. അതിനെ നമുക്ക് പൂർണ്ണമായിട്ടും അതിജീവിക്കാൻ പറ്റുന്നതാണ്. അത് നമുക്കതറിയില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കുക. എന്തായാലും അത്തരം ഒരു അവസ്ഥ വെച്ചുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്ത് അതിനെ അങ്ങനെ ഒരു ടൈപ്പ് കാസ്റ്റാക്കി അവരെ മാറ്റുകയും ചെയ്യാതിരിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ കൂടുതൽ ഇങ്ങനെ ലേസി ആണെന്ന് പറയും തോറും അവർക്കതിലൊരു അപ്രൂവൽ കിട്ടുമെന്ന് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു. അപ്പോൾ അത് ഒരിക്കലും ചെയ്യാതിരിക്കുക. അവരെ ആക്റ്റീവ് ആക്കാനായിട്ട് പരിശ്രമിക്കുക. അവർക്ക് കൂടുതൽ സമയം ചിലവഴിക്കുക. അവരോട് ഡിസ്കസ് ചെയ്യുക. പോസിറ്റീവായിട്ട് അവരെ റീഫോം ചെയ്യുക. താങ്ക് യു ഓൾ. ഇത് നല്ലതെന്ന് തോന്നുന്നെങ്കിൽ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ മറക്കരുത്.